ഉള്ളിക്ക് കയറാൻ നോക്കിയാ നിൽക്കണ നോക്കിയാ ആ പറ്റും. പോടാ പോടാ പോടാ. ആളെ എന്നെ തപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കടലുള്ളിൽ നമ്മുടെ എലി പിടിക്കാൻ വേണ്ടി നമ്മളെ അടിപൊളി കില്ലാടി ഇറങ്ങിയിരിക്കുന്നത്. ഇതാ വരും. ഈശ്വര ആ പോടാ പിന്നെ പോടാ പറഞ്ഞ സ്പീഡിൽ പോടും. ചേട്ടായിമാരെ അതിന്റെ വാലാണ് കേട്ടോ സംഭവം. എടാ പോടാ തല കാണാനല്ലേ ഈശ്വര ഭഗവാനേ. നമ്മുടെ കടയുടെ മുകളിൽ ഇങ്ങനെ കിടന്നാൽ ഞാൻ എങ്ങനെ ചുവട്ടിൽ കച്ചവടം ചെയ്യും ഈശ്വര. സുന്ദരക്കുട്ടപ്പനായിട്ട് കിടക്കുന്ന സീനാണ്. നമ്മുടെ തലയുടെ മുകളിലാണ് കിടക്കുന്നത്. ആൾ എലി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഏട്ടായിമാരെ. പക്ഷെ ചേരപ്പാൻ പറഞ്ഞിട്ടോ ഒന്നും ചെയ്യൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വന്നിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യും. വല്ല എലിക്കുട്ടന്മാരെ പിടിച്ചും കൊണ്ട് ഒറ്റ പോകാറുണ്ട്. അതാണ് പതിവ്. ഇന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളിലേക്ക് പെട്ടിയെടുക്കാൻ മുമ്പ് പെട്ടെന്നൊരു ഓട്ടയെ കൂടെ ഇങ്ങനെ ഒറ്റ വരവ് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ തലയും മാറ്റി നോക്കുമ്പോൾ ഈശ്വര നമ്മുടെ ചേര എന്നെ കണ്ടത് പിന്നെ മാറിയതാണ്. ആളിതെങ്ങനെ അരിച്ചരിച്ച് മുകളിൽ അങ്ങനെ പോയി നമ്മുടെ ഇതിന് മുകളിൽ കിടക്കണം. ഇവിടെ ഓടാ പറഞ്ഞാലൊന്നും പോവില്ല. നോക്കട്ടെ എന്തായാലും ഇളക്കി വട്ടെ. എടുത്തോ വാടി എടുത്തോ. അപ്പോൾ എല്ലാം ഇളക്കി വിടും കേട്ടോ. അതെ മെല്ലെ സാധനം. അതോ എൻ്റെ ഇനി വന്ന് നമ്മുടെ കഴുത്തിൻ്റെ അടുത്തേക്ക് എത്തുമോ ഈശ്വര? ഓയ് കൊണ്ട് കുത്തിട്ടേ പോയാ വിചാരിക്കാം. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഉണ്ണിയേട്ടൻ പിടിച്ച് തട്ടുമൊക്കെ ചെയ്തു. ആളിനെ ഇളക്കി വിട്ട് ആൾ പോയിട്ടുണ്ട്, എവിടേക്കോ പോയിട്ടുണ്ട്. സംഭവം വന്നിട്ട് ഇപ്പോൾ എനിക്ക് പെട്ടിൻ്റെ പണി കിട്ടിയിരിക്കും. ഇപ്പോൾ അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വിശ്വസിച്ച് പോകാനും പറ്റില്ല അല്ലേ ഉണ്ണിയേട്ടാ? അത് തട്ടുക പോവുക, ചിലപ്പോൾ പുറമൊന്നും തലയിൽ വീണ് കഴിഞ്ഞാൽ ഒന്നിനും പറ്റാണ്ടാവും. പിന്നെ പറയേ വേണ്ട. സംഭവം ഒന്നും ചെയ്യുമൊന്നുമില്ല ചേരാ. എന്നാലും പേടി തന്നെയല്ലേ ഈശ്വര. ഒരിക്കലതേപോലെ വന്നിട്ട് അങ്ങനെ നമ്മുടെ സൈഡിൽ കൂടെ ഒറ്റ വരവെന്നാണ്. ഞാനങ്ങനെ പേടിച്ച് ഓടി എന്നുള്ളതാണ്. ഈശ്വര ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അവൻ തല വെളിയിലിട്ട് നിൽക്കുന്നതാണ്ടോ. ഇതാണ് അവൻ. അതിൻ്റെ സീൻ നോക്കിയേ. എണ്ണയും കൊണ്ടേ പോവുള്ളൂ തോണീശ്വര. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടയും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് AC നമ്മുടെ വേനൽക്കാലത്ത് AC കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ചേട്ടായിമാരെ എല്ലാം ഉള്ളിലേക്ക് കയറാൻ നോക്കിയാ നിൽക്കണ നോക്കിയാ ആ പറ്റും. കള്ള നമ്മുടെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സിനിമ തിയേറ്റർ പോലെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കൂളായിരിക്കും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാമ്പൊക്കെ അത്യാവശ്യം നമ്മളെ ചേരപ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഇടയിൽ കൂടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് അവനെ എടുത്തതാണ്. അവൻ അത്യാവശ്യം എലി പിടിക്കാനായിട്ടും അങ്ങനെ കയറി വരുന്നതാണ്. അപ്പോൾ ആ സീനാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്സ്.